മാലയെയും കരയെയും വിട്ടേക്കണം. നിന്റെ കുട്ടികളോ? ഉടനെ മാലയെ ഹോട്ടലിലും കലയെ ഇവിടെയും എത്തിക്കണം. അവസാനമായി ഒന്നുകൂടി ആലോചിക്കണം. എന്റെ കുഞ്ഞുങ്ങളെയെങ്കിലും. നമ്മുടെ സംഘത്തിന് വേണ്ടി വളർത്തിയ ബലിയാടുകളാണവർ. നിനക്ക് മറ്റ് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവരുടെ അച്ഛനാണ്. ആ ബന്ധത്തെക്കാൾ വലുതാണ് നമ്മളുടെ സംഘടന. പോകാം. ഇല്ല, ഞാൻ പോകുന്നില്ല. എന്റെ കുട്ടികളെ ഇനി ഞാൻ ഇവിടേക്ക് അയക്കുകയില്ല. രാജ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വെടിയുണ്ട ചെലവഴിക്കുന്നത് നന്ദികേടായിരിക്കും. ഓബേ ഓർഡർ. നാളെ 6 മണിക്ക് ജാക്സന്റെ റൂമിലും കല ഇവിടെയും എത്തണം. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ബംഗ്ലാവിൽ ഒരു കുഞ്ഞു പോലും അവശേഷിക്കില്ല. Yes, 19. Yes, sir. Take him away. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? അയാൾ സമ്മതിച്ചോ? ഇനിയും ഞങ്ങൾ അടിമകളായി തന്നെ കഴിയണോ? വേണ്ട മാലെ, ഇതാ താക്കോ. ഇനി നീ വേണം എല്ലാം നോക്കാൻ. അച്ഛൻ എവിടെ പോകുന്നു? അറിഞ്ഞുകൂടാ. പക്ഷേ ഇനി നിങ്ങളെ കണ്ടില്ലെന്നും വരാം. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. പാടില്ല. ആ ശപിക്കപ്പെട്ട സ്ഥലം എന്റെ കുഞ്ഞുങ്ങൾ ഇനി കാണരുത്. മാലെ, ശാന്തിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ പറയട്ടെ. അച്ഛാ, സത്യം പറയണം. ഞാൻ ജാക്സന്റെ കൂടെ പോകാത്തത് കൊണ്ട് അച്ഛന് കിട്ടിയതല്ലേ ഈ ശിക്ഷ? അതെ മക്കളെ, അവസാനമായി ഈ ത്യാഗമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യട്ടെ. വേണ്ടച്ചാ, അച്ഛൻ അവർ കുരുതി കൊടുക്കും. അവന്റെ ആജ്ഞ ഞങ്ങൾ അനുസരിക്കാം. അച്ഛനും ജീവിക്കും, ഞങ്ങളും ജീവിക്കും. ഇനിയും നിങ്ങളെ ആ പിശാചുക്കളുടെ വലയിൽ വീഴാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇല്ലച്ചാ, ഞങ്ങൾ സന്തോഷമായിട്ട് പോവാം. വരുകനെ ശാന്തി, അച്ഛന്റെ മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കരുത്. മാലെ, വിധിയുണ്ടെങ്കിൽ നമുക്കിനിയും കാണാം. അച്ഛാ, അച്ഛാ, ഞങ്ങൾ മക്കളെ, എന്റെ പൊന്നു മക്കളെ, അച്ഛാ, മകളെ. ഹലോ, മിസ്റ്റർ ജയചന്ദ്രനാണോ? അതെ. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു ഇൻഫർമേഷൻ. മാലയെ ഇന്ന് മിസ്റ്റർ ജാക്സൺ വെളിനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോട്ടൽ എവറസ്റ്റിൽ നിന്ന് രാത്രി 8 മണിക്ക് പുറപ്പെടും. ഉടനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇനി പിന്നെ കാണാൻ സാധ്യമല്ല. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഒരു ബന്ധുവെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. ഹലോ ഹലോ, Darling, don't worry, darling. We are leaving tomorrow morning. Sweetheart, you're my love in Kerala. a cool drink, sir. You mind keeping it there? Sir, when Sahib Madam are going? Nala 6 manika. Understand? Is it correct, darling? A cool drink, sir. You clumsy idiot! Get out! Thank you, sir. Get out! Sweeper! Sweeper! Clean that up! When I clean, you clean. Clean it up! I clean. May I speak to Mr. Jackson? You're speaking. Tickets arranged for the night flight itself. Is it? Flight at 8 p.m. Then definitely we must start now. Remember, your name in the ticket will be Mr. Taylor. Okay? Good luck. Thank you very much. Darling, do get ready. We are starting immediately. ഹലോ ഹലോ ഹലോ, അങ്ങനെയാണോ? ഞാൻ തന്നെ കുഞ്ഞുണ്ണി. സാഹിബ് ഇപ്പൊ പുറപ്പെടും. ടെലിഫോൺ വന്നു, വേഗം വളഞ്ഞു. അതെ, കടന്നുകളി. അതെ അതെ അതെ. ഹലോ, സാഹിബ് വന്നു. എന്റെ ഇടത്ത് വെച്ചിരിക്കുന്ന കയ്യിലൊരു ബംഗാള തോക്കുണ്ട്. എന്നെ ചിലപ്പോ തട്ടിക്കളയും. എന്നാ വേഗം വന്നില്ലെന്നുണ്ടെങ്കിൽ സാഹിബിനെ തട്ടിക്കളയും കേട്ടാ. ഇടത്ത് വെച്ച് ശ്രദ്ധിക്കുന്നു.
ഇനിയിപ്പോ എന്തോ Mr. Jackson, hands up. Give me the box. Mr. Jackson, I am intelligence officer Jaychand. You are under arrest. Come on. Mr. Jackson, who are your people in the gang? Please tell me the truth. സാഹിബ് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ തന്റെ എല്ല് ഓരോന്നായിട്ട് ഊരിയെടുക്കണം. I'm not a criminal. എന്താണ് പറഞ്ഞത്? സായിപ്പ് കുറ്റക്കാരനല്ലെന്നാ പറയുന്നത്. മിസ്റ്റർ ജാക്സൺ, യു ആർ ഡൂയിങ് സ്പൈ വർക്ക് അഗേൻസ്റ്റ് അവർ കൺട്രി. ചുമ്മാ അടിച്ചുവിടണ, നമ്മുടെ നാട്ടിൽ ദോഷം ചെയ്യുന്ന കാര്യമല്ലോ ഇയാൾ ചെയ്തോണ്ടിരിക്കുന്നത്. No. Yes! For me, this spy work is a profitable business. കുഞ്ഞുണ്ണി, സായിപ്പിന് ഈ ചാരവൃത്തി ആദായമുള്ള തൊഴിലാണെന്നാ പറയുന്നത്. ഫസ്റ്റ് അമ്മയാളെ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞത് സാഹിബിന്റെ ഭാഗ്യം. വ്യാലിത്തമ്പി തലവായ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ വീരവാദം പറഞ്ഞ സാഹിബുമാരെ പള്ളാത്തുരുത്തി ആറ്റിലാണ് കെട്ടിത്താത്തത്. കേട്ടാ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ. What? സാഹിബ്, യു സാഹിബുമാർ പള്ളാത്തുരുത്തി വേലിത്തമ്പി റിവർ. Officer, I will escape from this prison. കുഞ്ഞുണ്ണി, സായിപ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ജാക്സൺ, യു കാൺട്ട് എസ്കേപ്പ് ഫ്രം ഹിയർ. യു കാൺട്ട്. ഇറ്റ്സ് എ ചലഞ്ച്. Yes. കുഞ്ഞുണ്ണി, സായിപ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ നമ്മൾ സായിപ്പിന് ചാരവൃത്തി ചെയ്യണം. എന്താ? യു സാഹിബ് ഗോവായി വെച്ച് കാണാം. ഇൻസ്പെക്ടർ, ഈ ജാക്സനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ പല ജയിലുകളും ചാടിയിട്ടുള്ള ഭയങ്കരനാണ്. സർ, എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു. ഹലോ, എയർപോർട്ട്. ക്യാപ്റ്റൻ മിസ്റ്റർ ശങ്കർ പ്ലീസ്. ജാക്സനെ പറ്റി ചേട്ടന് വല്ലതും അറിയാമോ എന്ന് ഞാൻ ചോദിക്കട്ടെ. ശങ്കർ ഹിയർ. ആ, ചേട്ടനാണോ? ഞാൻ ചന്ദ്രൻ. ആ കള്ളക്കടത്തുകാരനില്ലേ ജാക്സൺ, അവനെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലാക്കപ്പിലാക്കി. ഓഹോ. പിന്നെ ഇയാൾ ഏത് പേരിലാണ് പാസ്പോർട്ട് എടുത്തിരിക്കുന്നത്, ടിക്കറ്റ് എങ്ങോട്ടേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ചേട്ടനൊന്ന് അന്വേഷിച്ചറിയണം. ആ, പിന്നെ ഒരു കാര്യം കൂടി, ഇയാളെ ഇതിനു മുമ്പ് ചേട്ടൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇവിടെ പോലീസ് സ്റ്റേഷൻ വരെ വന്ന് അയാൾ നേരിട്ട് കാണണം. ആവശ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഞാൻ ഉടൻ തന്നെ അവിടെ വരാം. ഓക്കെ, താങ്ക് യു. ഇൻസ്പെക്ടർ, ഞാൻ അത്യാവശ്യമായിട്ട് വെളിയിലോട്ട് പോവുകയാണ്. എന്റെ ചേട്ടൻ ഇവിടെ വന്നാൽ ജാക്സൺ നേരിൽ കാണാമെന്ന് അനുവദിക്കും. യെസ് സർ. ഹലോ. സന്തോഷമായിരിക്കും. നമുക്ക് ഉടൻ തന്നെ ഈ നാട് വിട്ടു പോകാം. എന്റെ സഹോദരി ഇപ്പോൾ പേടിക്കണ്ട, ചന്ദ്രന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ഉടൻ തന്നെ വരാം. ഇനിയും ഇതേ ജോലി തന്നെ ചെയ്യാൻ പോവുകയാണോ? ഏതായാലും ഇടപെട്ടു. ഇനി വിജയം വരെ നോക്കുക തന്നെ. ഓക്കെ. ടൈലർ എന്ന പേരിൽ ഇന്നൊരാൾ ഡൽഹിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ആ ആൾ വിമാനത്തിൽ പോയിട്ടുമില്ല. അപ്പോൾ അയാളായിരിക്കും ഈ ജാക്സൺ. അറസ്റ്റ് ചെയ്തുകൊണ്ട് എയർപോർട്ടിൽ എത്താൻ സാധിക്കും. ഓ, അവനെ പോലെ ഒരു ഭയങ്കരൻ ഈ ലോകത്ത് കാണുന്നു. ഏതായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചന്ദ്രനോട് പറയണം. ആ ദ്രോഹി എവിടെ? വരണം. നിങ്ങളാണോ ജാക്സൺ? Come here. ഇത് കണ്ടോ ഇൻസ്പെക്ടർ? ഇവൻ തന്നെയാണ് ജയിലർ. ശങ്കർ, ഏതായാലും നിങ്ങൾ ഇവിടെ വന്ന് ഇയാളെ നേരിൽ കണ്ടത് നന്നായി. സാഹിബേ, നിന്റെ പേരെയൊന്നും എന്റെ അനിയന്റെ അടുത്ത് നടക്കില്ല. ആ, കം. ഇതാ താടി.
എന്തോ വിഷപ്രയോഗമാണ്. സായിപ്പ് നമ്മളെ പറ്റിച്ചളഞ്ഞല്ലോ. നമ്മുടെ ആളുകൾ കായൽക്കരയിൽ കാത്തു നിൽപ്പുണ്ട്. അവർ സായിപ്പിനെ അക്കരെ എത്തിക്കും. താങ്ക്സ്. Where is the boat? Stop. Police station. Police station. Jackson calling. Mr. Chandran, please. I have escaped from your prison. Hope you will keep your promise. Goodbye. Over. Mr. Jackson, I am here. You can't escape. ഓവറാ എന്നാ സായിപ്പേ യു ഓവർ. അച്ഛന്മാരുടെ വേഷമിട്ടുണ്ട് ആളുകളെ കളിപ്പിക്കാൻ നടക്കുന്നു. മുണ്ടിപ്പോയ പൊള്ള തുരുത്തി. ഓർമ്മയുണ്ട വേലിത്തമ്പി കയ്യിനും കാലിനും കെട്ടി കായലിത്താത്തുകളി തന്നെ രക്ഷിക്കാൻ വന്ന വെള്ളിത്തലയന്മാരാണെന്ന് കിടക്കുന്നുണ്ടോ നോക്ക്. Come on, you take the bag. Move. അച്ഛ, എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും ആ സത്യം അധികാരികളെ അറിയിച്ചുകൂടെ? ആ നിമിഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അവസാനമായിരിക്കും. എന്നായാലും അതുണ്ട്. പിന്നെ എന്തിനു മടിക്കുന്നു? ശാന്തി, നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള പേടി മാത്രമാണ് എനിക്ക്. അത് സാരമില്ല. ആ ദ്രോഹിയെ നമ്മളെ ശിക്ഷിക്കുന്നതിനേക്കാൾ നിയമം നമ്മളെ ശിക്ഷിക്കട്ടെ. ശാന്തി, നിനക്ക് ആവശ്യമുള്ള അത്രയും പണം എടുത്തുകൊണ്ട് നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും മകളെ. അവസാന നിമിഷം വരെ എന്റെ അച്ഛനെ വിട്ട് ഞാൻ പോകില്ല. മോളെ, നീ പറഞ്ഞത് ഞാൻ ആദ്യമേ കേട്ടിരുന്നെങ്കിൽ ഈ ആപത്തൊന്നും വരികയില്ലായിരുന്നു. ആ, ശാന്തി, ഇനി നമുക്ക് രക്ഷയില്ല, രക്ഷയില്ല. അച്ഛ, മാലെ, ഇനി യാതൊന്നും എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കണം. സത്യം പറയും, നീ ആ ചാരസംഘത്തിൽപ്പെട്ട ആളല്ലേ? നിങ്ങളുടെ ഇഷ്ടം പോലെ വിശ്വസിച്ചോളൂ. എന്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഇതിനു മുമ്പ് നീ ജയിലിലായിരിക്കും. ചുമ്മാ ഇരിക്കണം അണ്ണാ. ഒന്നും അറിഞ്ഞൂടാത്ത അക്കൻ്റെ അടുത്ത് ഇങ്ങനെ ചങ്ക് തുറക്കുന്ന ചോദ്യങ്ങളും ചോദിക്കാതിരിക്കണം. നിന്റെ അച്ഛനും ആ ഗൂഢസംഘത്തിൽപ്പെട്ട ആളല്ലേ? ഇനിയും എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. മാലെ, സത്യം പറയൂ, ആരാണ് നിന്റെ നേതാവ്? പറയൂ. പറയില്ല അല്ലേ? ആ, അവൻ ആരാണെന്ന് ഞങ്ങൾ താമസിയാതെ കണ്ടുപിടിക്കും. ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. എന്നെ ജയിലിലടയ്ക്കും, ജയിലിലടയ്ക്കും. ഹലോ, മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ ജയചന്ദ്രൻ? യെസ്, സ്പീക്കിംഗ്. ഞാൻ RK രാജ. എന്ത് വേണം? അവസാനമായി നിങ്ങളോട് ചിലത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് ഉടനെ ഒന്ന് ഇവിടം വരെ വരണം. ശരി, ഉടനെ വരാം. താങ്ക് യു. മാലി, നിന്റെ അച്ഛൻ മാനസാന്തരപ്പെട്ടു. എന്നാലും നീ എന്നിൽ നിന്നെല്ലാം മറയ്ക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോകാം. ഞാൻ ഡ്രസ് മാറിയിട്ട് വരട്ടെ. കുഞ്ഞിന് ഇവിടെ നിൽക്ക. അക്കം കരയാണോ? അക്കം കരഞ്ഞ കുഞ്ഞുണ്ണിയും കരയും. പിന്നെ അണ്ണന്റെ മനസ്സ് മാറുമ്പം പഴയതുപോലെ ചക്കരവാക്കുകളൊക്കെ പറയും. അക്കന് വല്ല രഹസ്യം അറിയാമെങ്കിലേ അത് കുഞ്ഞുണ്ണി അടുത്ത് പറഞ്ഞിട്ടാ മതി. അണ്ണൻ വരുമ്പോ ഞാൻ അണ്ണന്റെ അടുത്ത് പറഞ്ഞ് വഴക്കുകളൊക്കെ തീർത്താക്കി. പറയും. ഹലോ, കുഞ്ഞുണ്ണി തന്നെ. SS 154. ആരെ? നളിനിയോ? ഇല്ലല്ലോ, ഇല്ല, നള്ളി ഇവിടെ വന്നില്ലല്ലോ. നള്ളി വന്നില്ല. അങ്ങനെയൊക്കെ അണ്ണന്റെ അക്കന്റെയും വഴക്കുകളൊക്കെ തീർന്ന് രാജിയായോ? ഈ പെണ്ണെന്ന് പറഞ്ഞ അതൊരു വല്ലാത്ത സാധനം തന്നെ. ഇല്ലല്ലോ, നിങ്ങൾക്കല്ല ഞാൻ ഇവിടെ സംസാരിച്ച്.
അയ്യോ പൈപ്പ് അടയ്ക്കാതെ പോയിരിക്കുന്നു